പ്രമോദ് പെരുമ്പായിക്കാൽ. ഇന്ന് ഓഗസ്റ്റ് 2, സമയം 5 മണി. ഞാൻ TV ചാനലുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. എനിക്ക് ഈ TV ചാനലുകൾ പറയുന്ന വാർത്തയിൽ യാതൊരു വിശ്വാസവുമില്ല. പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ കേരള ഗവൺമെൻറ്റിനോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, അതല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ആ ഹെഡിനോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് എൻ്റെ മാത്രം ചോദ്യമല്ല. എന്നിൽ വിശ്വാസമുള്ള ആൾക്കാർ പലരും എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ച് ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആരെങ്കിലും ഇതിന് മറുപടി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇനി നമ്മളെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറുമെന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ നമ്മളെന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെയൊക്കെ ഈ സ്പീഡിലൊക്കെ പോയാൽ മതിയോ ഈ ദുരിതാശ്വാസ പ്രവർത്തനം? കുറച്ചുകൂടിയൊക്കെ സ്പീഡ് കൂട്ടണ്ടേ? മുഖ്യമന്ത്രി എന്തു പറയുന്നതിനെക്കുറിച്ച്? അതോ ഇത്രയും മതി, ഇത് ആരെ കൊണ്ട് ചെയ്യാവുന്നതിലും വളരെ കൂടുതലാണ് ഇപ്പം തന്നെ ചെയ്യുന്നത് എന്നൊരു വിശ്വാസത്തിലാണോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്? ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിനെയൊന്നും കുറ്റപ്പെടുത്താനോ അതിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കാനോ ഒന്നും അല്ല എൻ്റെ ശ്രമം. എനിക്ക് എങ്കിലും ഒരു മലയാളി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവകാശവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ, അതായത് ഞങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ചാനൽ വഴി അറിയണ്ട. ചാനലുകാർ പറയുന്ന 10 ചാനലുണ്ട്, 10 പേരും 10 തരത്തിലേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നാണ് ചില ഉത്തരങ്ങൾ കിട്ടേണ്ടത്. ഒരു അപ്ഡേറ്റ് ആസ് ഓൺ ടുഡേ, ഇന്ന് ഈ ദിവസം 2-ാം തീയതി വൈകുന്നേരം 5 മണി പ്രകാരം, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാവിലെ 3-ാം തീയതി നാളെ രാവിലെയെങ്കിലും എനിക്കിതിനൊരു ഉത്തരം തരാൻ സാധിക്കുമോ? ഇത് റിക്വസ്റ്റാണ്, അല്ല ഡിമാൻഡോ വഴക്കോ തർക്കവും ഒന്നുമല്ല. ആദ്യത്തെ ചോദ്യം, ഇതുവരെ കാണാതായവർ എത്ര? കിട്ടിയ ഡെഡ് ബോഡികളുടെ എണ്ണം ഉണ്ട്, അതല്ല ഞാൻ ചോദിക്കുന്നത്. കാണാമറയത്ത് അല്ലെങ്കിൽ കിട്ടാത്തവർ എത്രയാണ്? എവിടുന്നോ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ആരുടെ പക്കൽ നിന്ന് കിട്ടി? ബന്ധുക്കൾ പറഞ്ഞ പ്രകാരം കിട്ടിയ കണക്കോ, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് തന്ന കണക്കോ, അതോ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ വിവരം എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞതോ? ഇതെവിടുന്ന് കിട്ടി കണക്ക്? ഈ കണക്കിൻ്റെ, ഈ എണ്ണത്തിൻ്റെ ഓതൻറ്റിസിറ്റി ഇത് എങ്ങനെയാണ് ഗവൺമെൻറ് വെരിഫൈ ചെയ്തത്? ഒന്ന് വ്യക്തമാക്കി തരുമോ പ്ലീസ്? അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികൾ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെയുള്ള ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ്, ഇവർ എത്ര പേരുണ്ടായിരുന്നു? ഇവരെല്ലാവരും, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ അതിഥി തൊഴിലാളികൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു? അവരിൽ എത്ര പേര് പോയിട്ടുണ്ട് എന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ അല്ലെ അവരുടെ സുഹൃത്തുക്കൾ വന്ന് ഗവൺമെൻറ് അതോറിറ്റികളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിലെത്ര പേരെ കിട്ടി? അതിലെത്രയും കൂടെ കിട്ടാനുണ്ട്? ഈ 2 ചോദ്യങ്ങളാണ് ജനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച്. ഇവിടെ എത്ര ബൂം എക്സ്കവേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്? അധികം ആവശ്യമില്ല, കാരണം ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥലമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് എണ്ണത്തിനൊന്നും ആവശ്യമില്ല. എങ്കിലും ബൂം എക്സ്കവേറ്റേഴ്സ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ഞാൻ ചെറിയ മണ്ണുമാന്തികളെ JCB, ഹിറ്റാച്ചിയൊക്കെ കണ്ടുള്ളൂ, അല്ല വലിയ യന്ത്രങ്ങളൊന്നും അവിടെ കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ഇനി അടുത്ത ചോദ്യം, ഈ അപകടം ഉണ്ടായ സ്ഥലം, അഫക്റ്റ് ആയ സ്ഥലം, ആ സ്ഥലം എന്ന് പറയുന്നത് ആ TV ചാനലിൽ കണ്ട പ്രകാരം ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഏരിയ വളരെ ശക്തമായിട്ട് അഫക്റ്റ് ആയിരിക്കാൻ. അവിടുത്തെ റോഡ് പോയി, ബിൽഡിങ്ങുകൾ പോയി, ഒരുപാട് കെട്ടിടങ്ങളുടെ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അത്രയും ഭാഗം ഏകദേശം അവിടെ ഒരു നേരത്തെ എന്തോ ഒരു നദി ഉണ്ടായിരുന്ന പോലെയാണ് അവിടെ തോന്നുന്നത്. ആ രീതിയിലാണ് അവിടുന്ന് ആ വെള്ളയും പാറയെല്ലാം ഒലിച്ചു പോയിരിക്കുന്നത്. ടൺ കണക്കിന് വെയിറ്റുള്ള പാറകളൊക്കെ കിലോമീറ്ററുകളോളം ഉരുണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 3 കിലോമീറ്റർ ഭാഗത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. അത്രയും ഭാഗം മൊത്തത്തിലൊന്ന് ഈ JCB വഴി ഒന്ന് വാരി മാന്തി അതിനടിയിൽ എന്തെങ്കിലുമൊക്കെ ശരീരങ്ങൾ കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഇത്രയും JCBകൾ മതിയോ? അതാണ് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. എത്ര വണ്ടികൾ, എത്ര മണ്ണുമാന്തികളുണ്ട്? ഇനി ഇപ്പോഴുള്ള മണ്ണുമാന്തികൾ നിങ്ങൾ പറയുന്നു ഇപ്പോൾ ഒരു 20 എണ്ണം ഉണ്ടെന്ന് വെച്ചു. ഈ 20 മണ്ണുമാന്തി ഉണ്ടെങ്കിൽ ഈ 3 കിലോമീറ്റർ മൊത്തത്തിലൊന്ന് മാന്തി അവിടെ ശരീരങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ഒന്ന് പറയാമോ പ്ലീസ്? ഇനി അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഈ 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ആ ഒഴുക്കിൽപ്പെട്ട് 25 കിലോമീറ്ററൊക്കെ
ഈ ബോഡികൾ ഒഴുകിപ്പോയി അവിടുത്തെ നിലമ്പൂരൊക്കെ ചെന്നാണ് ചിലതൊക്കെ തങ്ങി നിന്നെന്നൊക്കെ പറയുന്നു. അപ്പോൾ പല ബോഡികളും ഇനിയും ഈ പറഞ്ഞ 10-25 കിലോമീറ്റർ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തങ്ങിക്കിടക്കാൻ സാധ്യതയില്ലേ? പാറകൾക്കിടയിലൊക്കെ ലോക്കായി കിടക്കാനുള്ള സാധ്യതയില്ലേ? ഇവിടെയൊക്കെ പോയി നോക്കാനായിട്ട് ഇതുവരെ എല്ലായിടത്തും ഞാൻ 1-2 സ്ഥലത്തോ അല്ലെ 10-15 സ്ഥലത്ത് പോയി നോക്കാനല്ല പറയുന്നത്. 25 കിലോമീറ്റർ ഏരിയയിലും ആ ലാസ്റ്റ് ഒരു ഡെഡ് ബോഡി ഏറ്റവും അവസാനം ഏറ്റവും ദൂരെ എവിടെ കണ്ടോ അവിടം വരെ മൊത്തത്തിലൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടുള്ള ടീമിനെ ഇതുവരെ നിയോഗിച്ചോ. അവർ ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തുടങ്ങിയിടത്ത് തൊട്ട് ഈ വില്ലേജ് തൊട്ട് അങ്ങ് അവസാനം വരെ ആ നിലമ്പൂര് വരെ എല്ലായിടത്തും പോയി തപ്പിയോ, മനുഷ്യന്റെ നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി നോക്കിയോ? ഉറപ്പാണോ? അത് ഉറപ്പിക്കുക, അത് നോക്കിയോ ഇല്ലയോ എന്ന് പറയുക. ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങളിലും പാറകൾക്കടിയിലോ മണ്ണിനടിയിലോ ശരീരങ്ങൾ ലോക്കായി കിടക്കാനുള്ള സാധ്യതയില്ലേ? അതൊക്കെ അവിടുത്തെ മണ്ണുകളൊക്കെ മാന്തണ്ടേ? ആ മണ്ണുകളൊക്കെ മാന്താൻ വേണ്ടിയിട്ട് എത്ര ദിവസത്തെ പ്ലാനാണ് നിങ്ങളുടെ? ഒരാഴ്ചത്തേക്ക് ആണോ? അതോ വരുന്ന 3 ദിവസങ്ങൾ കൂടി? അതോ ഇനി എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നാണോ? അതിനൊരു ടൈം ലൈൻ പറയാൻ പറ്റുമോ? ഞങ്ങൾ ഇത്ര ദിവസത്തിനകം അവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ മാന്തി ഞങ്ങൾ നോക്കിയിരിക്കും. എന്തിനാണ് ഈ റഡാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? തെർമൽ സ്കാൻ റഡാർ എന്ന് പറഞ്ഞു. തെർമൽ സ്കാൻ എന്തിനാണ്? എപ്പോഴാണ് അവിടെ മനുഷ്യന് ജീവനുണ്ടെങ്കിൽ ആ മനുഷ്യ ശരീരത്തിലോ മൃഗത്തിൻ്റെ ശരീരത്തിലോ അവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ ആണ് ഈ തെർമൽ സ്കാൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഇപ്പം തന്നെ 3 ദിവസം കഴിഞ്ഞു. ഇനി ജീവനുണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞ 200 പേരോളം ഇനിയും കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒഫീഷ്യൽ ലിസ്റ്റ്, അൺഒഫീഷ്യൽ അല്ല. ഈ 200 പേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ 10-15 മെഷീനുമായിട്ട് പോയാൽ എത്ര സമയം എടുക്കും? ഈ മെഷീൻ്റെ എണ്ണം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു 5 ഇരട്ടിയെങ്കിലും കൂട്ടുവാണെങ്കിൽ ഈ സെർച്ച്, ഈ അന്വേഷണം ഇത് കുറേ കൂടെയൊക്കെ ഒരു എഫിഷ്യൻ്റ് ആവില്ലേ? അതിനെക്കുറിച്ച് ഹെഡ് താങ്കൾ എന്തു പറയുന്നു? ഇന്നലെ ടി വിയിൽ കണ്ടു 2 സ്നിഫർ ഡോഗ്സ്. അവരെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത് ശരിക്കും ഇവിടെ ആവശ്യമാണ്. മണ്ണിനടിയിൽ ഒരുപാട് ബോഡികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിൻഡ് ഡോഗ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മണം പിടിച്ച് ബോഡികളെ എടുപ്പും കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ 3 കിലോമീറ്റർ ഉണ്ടല്ലോ, ഇത്രയും ദൂരം തപ്പാൻ വേണ്ടിയിട്ട് ഈ പട്ടികൾ എത്ര സമയമെടുക്കും? പിന്നെ അവർ ജീവികളല്ലേ, അത് മെഷീൻ അല്ലല്ലോ, ബാറ്ററിയിൽ ഓടുന്ന സാധനമൊന്നും അല്ലല്ലോ. ആ പട്ടികളും ക്ഷീണിക്കത്തില്ലേ? കുറേ നേരമൊക്കെ മണം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ എഫിഷ്യൻസി കുറയത്തില്ലേ? അപ്പോൾ അവരെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അടുത്ത മിനിറ്റുകളിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ എഫിഷ്യൻസി കുറഞ്ഞാൽ ചില ബോഡികളൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് ഇല്ലേ? പിന്നെ ഒരിക്കലും ഈ ഡോഗ് വന്ന് നോക്കിയിട്ട് പോയിട്ട് കിട്ടാത്ത സ്ഥലത്ത് പിന്നെ ആരോട്ട് കുഴിക്കത്തുമില്ല. അപ്പം ഓവറോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറയുമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പട്ടികളുടെ എണ്ണവും കൂട്ടാൻ പാടില്ലേ? അതൊരു ചോദ്യം. പിന്നെ തെർമൽ സ്കാനിങ്ങിനെ കുറിച്ച്, തെർമൽ സ്കാനിങ് അർജുൻ്റെ കേസിൽ ഉപയോഗിച്ചു. അവിടെയും പറഞ്ഞിരുന്നു എന്താണ്, മനുഷ്യന് ജീവനുണ്ടെങ്കിൽ ആ മനുഷ്യ ശരീരത്തിന് അല്പമെങ്കിലും ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. പിന്നെ തെർമൽ സ്കാനർ കോൺക്രീറ്റ് വരെ തുളച്ചു പോകും, എത്ര ആഴത്തിലേക്ക് വേണമെങ്കിലും പോകും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരി, അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചല്ലേ ഞാൻ ചോദിക്കാൻ വരുന്നത്. ഈ തെർമൽ സ്കാനിങ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇന്ന് ടി വിയിൽ ഒരു കാര്യം കണ്ടു. ഒരു വലിയ ഓഫീസർ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തരികയാണ്. കോൺക്രീറ്റ് തുളച്ചു പോകും, അതിനെ ടെററിസ്റ്റിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും. മുകളിൽ നിന്ന് ഈ ഡ്രോൺസ് വഴിയോ ഏതെങ്കിലുമൊക്കെ രീതി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇന്ന് തെർമൽ സ്കാനിങ്ങിൽ ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എങ്കിലും 50 മീറ്റർ ചുറ്റളവിൽ പരിശോധിക്കും എന്ന് പറയുന്നത് കേട്ടു. അതിനർത്ഥം ഈ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന തെർമൽ സ്കാനറിൻ്റെ എഫിഷ്യൻസി കുറവാണെന്നല്ലേ? ഇവിടെ ഇസ്രായേലിലെ യുദ്ധത്തിലൊക്കെ അവർ ഓരോ കറക്റ്റ് ബിൽഡിംഗ് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ട് ആ സ്പോട്ടിൽ കൊണ്ട് ബോംബിടുന്നുണ്ടല്ലോ. അല്ലാതെ അവർ 50 മീറ്റർ ചുറ്റളവിലൊന്നും അല്ലല്ലോ കറക്കി മൊത്തത്തിൽ ബോംബിടുക അല്ലല്ലോ അവർ ചെയ്യുന്നത്. ഈ മെഷീൻ്റെ എഫിഷ്യൻസിയെ കുറിച്ച് താങ്കൾ എന്തു പറയുന്നു? ദ ബെസ്റ്റ് മെഷീൻ ഇൻ ഇന്ത്യ ആണോ ഉപയോഗിക്കുന്നത്, അതോ ഒരു 3rd or 4th ഗ്രേഡ് ടൈപ്പ് മെഷീൻ ആണോ ഇവിടെ ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ചും ദയവായിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അവസാനമായിട്ടൊരു ചോദ്യം, ഇന്നത്തെ ടി വി കണ്ടുകൊണ്ടാണ് തെർമൽ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവിടെ ഒരു കെട്ടിടത്തിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ സൈഡിലൊക്കെ മണ്ണ് മാന്തുന്നു. ഒരു വോൾവായുടെ ഒരു മണ്ണ് മാന്തി മെഷീൻ. ആ മെഷീന് ചുറ്റുമായിട്ട് ഒരു സൈഡിൽ, ചുറ്റുമായിട്ടല്ല,
ഒരു 30ഓളം ആൾക്കാർ അവിടെ നിൽക്കുന്നു. മറ്റൊരു സൈഡിൽ ഒരു 10 ആൾക്കാർ നിൽക്കുന്നു. ആ വണ്ടിയിൽ അത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന മനുഷ്യനും വേറെ 2 പേരും ഉണ്ട്. അപ്പോൾ ആകെ വർക്ക് ചെയ്യുന്നത് 3 പേര്. വേണമെങ്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഒരാളും കൂടെ. ബാക്കി ഞാൻ കുറേ നേരം ആ ടി വിയിലേക്ക് നോക്കിയിരുന്നു. എല്ലാവരും അവിടെ വെറുതെ നിൽക്കുകയാണ്. അവരിതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇത്രയും പേര് അവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിവിടെ നടത്തുന്നത് എന്താണ്? ജീവൻ രക്ഷാപ്രവർത്തനമല്ലേ? ഈ സമയത്ത് ഈ ചുമ്മാ നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തുകൂടെ? ആ അടുത്ത ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാനോ അവിടുത്തെ തടികൾ മാറ്റിയിടാനോ. അതിനുകൂടിയാണ് ഞാൻ പറഞ്ഞത്, മെഷീനുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ പരിപാടികളൊക്കെ നടത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ 10-30 ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇതൊരു ശരിക്കും പറയാനുണ്ടല്ലോ, ഇതൊരു ആവറേജ് ഇന്ത്യൻ ആറ്റിറ്റ്യൂഡാണ്. ഒന്ന്, പണി ചെയ്യിപ്പിക്കുന്നവന് അത് കുറേ അധികം ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. രണ്ടാമത്, സാറ് പറ എന്നാൽ ഞാൻ ചെയ്യാം എന്നുള്ള ഇന്ത്യൻ വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇത് രണ്ടും കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടൊരു സിസ്റ്റം കാണേണ്ടി വന്നത്. ഇതിലേക്കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? ഇവരെയൊക്കെ മാക്സിമം ഇവരുടെയൊക്കെ എഫിഷ്യൻസി ഒന്ന് ഉപയോഗിച്ചുകൂടെ? അതിനെന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുക്കുമോ പ്ലീസ്? 200 പേരെ ഇനിയും കിട്ടാനുണ്ടെന്ന് ഒഫീഷ്യൽ കണക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ 200 പേരിൽ ഒരു 120-150 പേരെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ആ അർജുൻ്റെ കാര്യത്തിൽ അവിടെ അന്വേഷണം നിർത്തിയതുപോലെ ഇവിടെയും നിർത്താനാണോ ഉദ്ദേശം? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അതോ 200 പേരെയും കിട്ടുന്നിടം വരെ അന്വേഷിക്കുമോ? ഈ ചോദ്യത്തിനോട് ഉത്തരം പറയുക.